അപ്പോൾ സെക്കൻഡ് സെമ്മിലെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് പറയുന്നുണ്ട്. ഒന്നാമത് ചാപ്റ്റർ നമ്പർ 1 ഇൻട്രൊഡക്ഷൻ ടു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് തന്നെ കൊടുക്കുന്നത് മീനിങ് ഓഫ് മാർക്കറ്റിംഗ് എന്നാണ്. മാർക്കറ്റിംഗ് എന്നുള്ള ടേമിൻ്റെ മീനിങ് പറയുന്നുണ്ട്. മാർക്കറ്റിംഗ് ഈസ് ദി പ്രോസസ് ഓഫ് മീറ്റിംഗ് ദി നീഡ്സ് ആൻഡ് വാണ്ട്സ് ഫോർ ബെറ്റർ പ്രോഫിറ്റ്സ് എന്നാണ്. സിമ്പിളായിട്ടുള്ള മീനിങ് ആണ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനെയും വാണ്ട്സിനെയും എന്ത് ചെയ്യുക, മീറ്റ് ചെയ്യുക, എന്തിനു വേണ്ടി, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഇൻ ടു ആക്ച്വൽ കസ്റ്റമേഴ്സ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ കസ്റ്റമേഴ്സ് ആവാൻ ഉദ്ദേശിക്കുന്നവരെ അവരെ പ്രൊമോട്ട് ചെയ്ത് ആക്ച്വൽ കസ്റ്റമേഴ്സാക്കി മാറ്റുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണെന്ത്, മാർക്കറ്റിംഗ് എന്ന് പറയാം. സിമ്പിളായിട്ടുള്ള മീനിങ് അവയ്ക്കുള്ള ടെക്സ്റ്റ് ഉണ്ട്, വായിച്ചു നോക്കാം. ഡെഫിനിഷൻ പറയുന്നുണ്ട്. 3 ലെവലിലാണ് ഡെഫിനിഷൻ പറയുന്നത്. 1 പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ, 2 കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ, 3 വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ എന്നാണ്. 3 ലെവലിലാണ് ഡെഫിനിഷൻ പറയുന്നത്. ഒന്നാമത്തെ നോക്കാം, പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യുന്നുണ്ടാവുക പ്രൊഡക്റ്റിനായിരിക്കും. സോ മാർക്കറ്റിംഗ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് ദി പെർഫോമൻസ് ഓഫ് ബിസിനസ് ആക്ടിവിറ്റീസ് ദാറ്റ് ഡയറക്റ്റ് ദ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്രം പ്രൊഡ്യൂസേഴ്സ് ടു കൺസ്യൂമേഴ്സ് എന്നാണ്. അതായത് പ്രൊഡ്യൂസറുടെ ഭാഗത്ത് നിന്ന് ഉൽപ്പന്നത്തെ, ഗുഡ്സ് ആണ് പറയുന്നത്, പ്രൊഡക്റ്റാണ്, ഉൽപ്പന്നത്തെ കസ്റ്റമറുടെ ഭാഗത്തിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ബിസിനസ് ആക്ടിവിറ്റിയെ പറയുന്ന പേരാണെന്ത്, മാർക്കറ്റിംഗ് എന്ന് പറയാം. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് പ്രൊഡക്റ്റ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. പ്രൊഡക്റ്റ് തന്നെ എങ്ങനെ വരുന്നുണ്ട്, നമ്മൾ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്ന്, ഉൽപ്പാദകരുടെ ഭാഗത്തു നിന്ന്, ബിസിനസ്മാൻ്റെ ഭാഗത്തു നിന്ന് ഇത് അൾട്ടിമേറ്റ് യൂസേഴ്സായ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തേക്ക് ഉൽപ്പന്നത്തെ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട ബിസിനസ് ആക്ടിവിറ്റിയെ പറയുന്ന പേരാണെന്ത്, മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഡെഫിനിഷനാണെന്ന് പറയാം. പ്രോഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ എന്ന് പറയാം. നെക്സ്റ്റ് വരുന്നത് കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ എന്നാണ്. കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ. അപ്പോൾ അവിടെ ഫോക്കസിങ് ആർക്കായിരിക്കും, കസ്റ്റമേഴ്സിനായിരിക്കും. അങ്ങനെ നോക്കാം. സോ പ്രൊഫസർ H.L. ഹാൻസെ ഡിഫൈൻഡ് മാർക്കറ്റിംഗ് ആസ് ദി പ്രോസസ് ഓഫ് ഡിസ്കവറിംഗ് ആൻഡ് ട്രാൻസ്ലേറ്റിംഗ് കൺസ്യൂമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്നാണ്. ശരിക്കും നോക്കിയ ഡെഫിനിഷൻ നമ്മൾ പൊതുവേ ഡിഫൈൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റുന്ന ഡെഫിനിഷനാണ് കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ എന്ന് പറയാം. കാരണം പ്രൊഡക്റ്റിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് മാർക്കറ്റിംഗിൽ ആർക്ക് തന്നെയാണ്, കസ്റ്റമേഴ്സിനാണ്. കാരണം മോഡേൺ മാർക്കറ്റിംഗ് പറയണത് കസ്റ്റമേഴ്സ് ഈസ് ദി കിങ് എന്നൊക്കെയാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ഈ ഡെഫിനിഷനാണ് പൊതുവേ എഴുതാൻ പറ്റുക. സോ ദ പ്രോസസ് ഓഫ് ഡിസ്കവറിംഗ് ആൻഡ് ട്രാൻസ്ലേറ്റിംഗ് കൺസ്യൂമേഴ്സ് നീഡ്സ് ആൻഡ് വാണ്ട്സ് എന്നാണ്. കൺസ്യൂമേഴ്സിൻ്റെ നീഡ്സിനെയും വാണ്ട്സിനെയും ഡിസ്കവർ ചെയ്യുക, അതിനെന്ത് ചെയ്യുക, ട്രാൻസ്ലേറ്റ് ചെയ്യുക, എന്നിട്ട് ട്രാൻസ്ലേറ്റ് ഇൻ ടു പ്രൊഡക്റ്റ് എന്നാണ്. അതായത് നീഡ്സ് ആൻഡ് വാണ്ട്സിന്, അതായത് കസ്റ്റമേഴ്സിന് എന്താണോ ആവശ്യം അതിന് അനുയോജ്യമായി പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുക. ആൻഡ് പ്രൊഡക്റ്റ് സർവീസസ് സ്പെസിഫിക്കേഷൻ ക്രിയേറ്റിംഗ് ഡിമാൻഡ് ഫോർ ദീസ് പ്രൊഡക്റ്റ് എന്നാണ്. പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ്. അപ്പോൾ എന്ത് ചെയ്യുക, 1 കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനും വാണ്ട്സിനും അനുയോജ്യമായ ഉൽപ്പന്നങ്ങളോ സേവനങ്ങളോ ഉൽപ്പാദിപ്പിക്കുക. രണ്ടാമത്തത് എന്തുണ്ടാക്കുക, ഇതിൻ്റെ ഡിമാൻഡ് വർദ്ധിപ്പിക്കുക. അതായത് ക്രിയേറ്റിംഗ് ഡിമാൻഡ് ഫോർ ദീസ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസസ് ആൻഡ് ദെൻ ഇൻ ടേൺസ് എക്സ്പാൻഡിങ് ദീസ് ഡിമാൻഡ് എന്നാണ് മറ്റൊരു. അപ്പോൾ ഇവിടെ 3 ടേമുകളാണ് വരുന്നത്. ഓരോ നോക്കി കഴിഞ്ഞാൽ 1 പറയണത് എന്താ വെച്ചാൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനും വാണ്ട്സിനും അടിസ്ഥാനമായി എന്തുണ്ടാക്കുക, ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക. 1 നീഡ്സ് ആൻഡ് വാണ്ട്സിന് അടിസ്ഥാനമാക്കി ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുക. 2 ഈ ഉൽപ്പന്നത്തിന് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുക. 3-മത്തത് ഈ ഡിമാൻഡ് എന്ത് ചെയ്യുക, എക്സ്പാൻഡ് ചെയ്യുക. ഒരേ ഡിമാൻഡ് പോയാൽ പോരാ, അത് നമുക്ക് എന്തുണ്ടാവണം, എക്സ്പാൻഷൻ ഉണ്ടാവണം. ഈ 3 ലെവലുമായി പറയുന്നതാണ് കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുക. അതേപോലെ 3-മത്തെ എന്ത് പറയുക, വാല്യൂ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ എന്ന് പറയാം. അപ്പോൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത് ആർക്കുണ്ടാവുക, വാല്യൂനുണ്ടാവുക. വാല്യൂ, ബിസിനസ്സിൻ്റെ മൂല്യത്തിന്. സോ അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ അവരെയാണ് ഈ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ഡെഫിനിഷൻ കൊടുത്തതും ആരെയാണ്, അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷനാണ്, AMA എന്ന് പറയുന്നത്. അവരെന്നെ കൊടുക്കുന്നത് അമേരിക്കൻ മാർക്കറ്റിംഗ് അസോസിയേഷൻ ഡിഫൈൻഡ് മാർക്കറ്റിംഗ് ആസ് ആൻ ഓർഗനൈസേഷണൽ ഫങ്ഷൻ. ഇത് പറയുന്നത് വെച്ചാൽ ഓർഗനൈസേഷൻ ഫങ്ഷനാണ്. ആൻഡ് ഈസ് സെറ്റ് ഓഫ് പ്രോസസ് ഫോർ ക്രിയേറ്റിംഗ്. ഇവിടെ കുറേ വാക്കുകളാണ്. 1 ക്രിയേറ്റിംഗ്, 2 കമ്മ്യൂണിക്കേറ്റിംഗ്, ആൻഡ് ബന്ധപ്പെട്ടതാണ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുക, ഡെലിവറിങ് വാല്യൂ ടു കസ്റ്റമേഴ്സ്, ആൻഡ് ഫോർ മാനേജിങ് കസ്റ്റമേഴ്സ് റിലേഷൻഷിപ്പ് ഇൻ വേസ് ദാറ്റ് ബെനിഫിറ്റ്സ് ദ ഓർഗനൈസേഷൻ ആൻഡ് ഇറ്റ്സ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്നാണ്. സ്ഥാപനത്തിനും അതിന് ബന്ധപ്പെട്ട ആളുകൾക്കും ബെനിഫിറ്റ് ഉണ്ടാക്കാവുന്ന രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് വർദ്ധിപ്പിക്കുകയും അതേപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ നീഡ്സിനെ ക്രിയേറ്റ് ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും വാല്യൂവിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ക്രിയേറ്റ് ചെയ്യുകയും ഡെലിവറിങ് ചെയ്യുകയും ചെയ്യുന്ന ഓർഗനൈസേഷണൽ ഫംഗ്ഷനെ പറയുന്ന പേരാണത് മാർക്കറ്റിംഗ് എന്ന് പറയാം. അവിടെ ഫോക്കസ് എടുക്കുന്നത് വാല്യൂ. സോ
3 ഡെഫിനിഷൻ. ഒന്ന് പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ്, ഫോക്കസിങ് ഓൺ പ്രോഡക്റ്റ്. 2 കസ്റ്റമർ ഓറിയൻറ്റഡ്, ഫോക്കസിങ് ഓൺ കസ്റ്റമേഴ്സ്. 3 വാല്യൂ ഓറിയൻറ്റഡ്. അതാണ് മോഡേൺ ഡെഫിനിഷൻ എന്ന് പറയാം. ഡിഫൈൻ മാർക്കറ്റിംഗ് എന്ന് ചോദിച്ചാൽ നമ്മൾ എഴുതേണ്ടത് ഈ കസ്റ്റമർ ഓറിയൻറ്റഡ് ഡെഫിനിഷൻ എപ്പോഴും എന്ത് ചെയ്യുക, എഴുതി കൊടുക്കുക. ഒരു ടോപ്പിക് കൂടി പറയുന്നുണ്ട്. നെക്സ്റ്റ് വാല്യൂ ഓഫ് മാർക്കറ്റിംഗ് എന്നാണ്. വാല്യൂ ഓഫ് മാർക്കറ്റിംഗ് സിലബസിൽ പറയുന്ന ടോപ്പിക്കാണ്. അതിൽ നമ്മൾ 5 വാല്യൂ പറയുന്നത് ഫങ്ഷണൽ വാല്യൂ, സോഷ്യൽ വാല്യൂ, ഇമോഷണൽ വാല്യൂ, എപ്പിസ്റ്റമിക് വാല്യൂ ആൻഡ് കണ്ടീഷണൽ വാല്യൂ എന്നുള്ള 5 വാല്യൂസ് പറയുന്നുണ്ട്. നോക്കാം. ഒന്നാമത്തെ ഫങ്ഷണൽ വാല്യൂ എന്നാണ്. ഇറ്റ് ഈസ് ദി ഫിസിക്കൽ പെർഫോമൻസ് യൂട്ടിലിറ്റി റിസീവ്ഡ് ഫ്രം ദി പ്രോഡക്റ്റ് എന്നാണ്. അതാണ് ഫങ്ഷൻ എന്ന് പറയുക. ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിൽ നിന്ന് കിട്ടാവുന്ന പെർഫോമൻസ് യൂട്ടിലിറ്റി, അതായത് സാറ്റിസ്ഫാക്ഷൻ ലെവൽ എത്രയാണോ അതിനടിസ്ഥാനമാക്കി പറയുന്ന പേരാണത് ഫങ്ഷണൽ വാല്യൂ എന്ന് പറയാം. ഫങ്ഷൻ ചെയ്യുന്ന വാല്യൂ. 2 സോഷ്യൽ വാല്യൂ. ദിസ് ഈസ് ദി perceived utility acquired by use of the association between one and other specific social group and product. ഈ പ്രൊഡക്റ്റും അത് ഒന്നോ അതിലധികമോ സോഷ്യൽ ഗ്രൂപ്പുമായി ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ കിട്ടാവുന്ന സാറ്റിസ്ഫാക്ഷൻ ലെവലാണെന്ന് പറയാം സോഷ്യൽ വാല്യൂ എന്ന് പറയാം. ഫങ്ഷണൽ വാല്യൂ ഒരു ഇൻഡിവിജ്വൽ ഉപയോഗിച്ച് കിട്ടുന്നത്. ഈ സോഷ്യൽ വാല്യൂ എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് മൊത്തത്തിലുള്ള ബെനിഫിറ്റാണ് പറയാം. സോ ഇമോഷണൽ വാല്യൂ എന്ന് പറയുന്നത് കസ്റ്റമറുടെ ഇമോഷനിൽ ഉണ്ടാക്കാവുന്ന ചേഞ്ചസ് ആണ്. ദി കപ്പാസിറ്റി ഓഫ് എ പ്രോഡക്റ്റ് ടു സ്റ്റിമുലേറ്റ് ദ കസ്റ്റമേഴ്സ് ഇമോഷൻ ഓർ ഫീലിംഗ് എന്നാണ്. ഇമോഷനെയോ ഫീലിങ്ങിനെയോ സ്റ്റിമുലേറ്റ് ചെയ്യാൻ കഴിയുന്ന പ്രൊഡക്റ്റിൻ്റെ വാല്യൂവിനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് ഇമോഷണൽ വാല്യൂ എന്ന് പറയാം. എപ്പിസ്റ്റമിക് വാല്യൂ എന്ന് പറയുന്നത് ദിസ് കംസ് ഫ്രം ദി പ്രോഡക്ട്സ് എബിലിറ്റി ടു ഫോസ്റ്റർ ക്യൂരിയോസിറ്റി, പ്രൊവൈഡ് നോവൽറ്റി ആൻഡ് സാറ്റിസ്ഫൈ എ ഡിസയർ ഫോർ നോളജ് എന്നാണ്. അതായത് ക്യൂരിയോസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ്, നോളജ് വർദ്ധിപ്പിക്കുന്ന പ്രൊഡക്റ്റ് ഒക്കെയാണെന്ന് പറയാം എപ്പിസ്റ്റമിക് വാല്യൂ എന്ന് പറയാം. അടുത്ത ലാസ്റ്റ് പോയിൻ്റ് കണ്ടീഷണൽ വാല്യൂ എന്നുണ്ട്. ദിസ് കംസ് ഫ്രം ദി സം പർട്ടിക്കുലർ സെറ്റ് സിറ്റുവേഷൻസ് ഓഫ് സർക്കംസ്റ്റാൻസസ് ഫേസിങ് ദി കസ്റ്റമർ എന്നാണ്. ഒരു കസ്റ്റമർ ഫേസ് ചെയ്യുന്ന ഒരു പ്രത്യേക എന്താ പറയുക സിറ്റുവേഷൻസുമായി ബന്ധപ്പെട്ട വാല്യൂവിനെ പറയുന്ന പേരാണത് കണ്ടീഷണൽ വാല്യൂ എന്ന് പറയാം. അങ്ങനെ 5 വാല്യൂസാണ് ഫങ്ഷണൽ വാല്യൂ, സോഷ്യൽ വാല്യൂ, ഇമോഷണൽ വാല്യൂ, എപ്പിസ്റ്റമിക് വാല്യൂ ആൻഡ് കണ്ടീഷണൽ വാല്യൂ. ഓക്കെ.